ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ ചായയുടെ കടിയും അതിലേക്കുള്ള കറിയും പിന്നെ ഉച്ചക്കുള്ള ഒരു മീൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ 7:30 ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അപ്പം അങ്ങനെ പുലർച്ചൊക്കെ മഴ പെയ്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പം നല്ല രസമല്ല, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പേരക്കൊക്കെ നന്നായി വീണ് എടുക്കുന്നുണ്ട്. കിളികളും തത്തകളൊക്കെ കൊത്തിയിട്ടുള്ള പേരക്കായിരുന്നു. അപ്പം അതങ്ങനെ അത് പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയത് പറ്റിയില്ല. അപ്പം അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പേരക്ക പൊട്ടിച്ച് അതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പേരക്ക പൊട്ടിച്ചത് കിട്ടുക. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തതാണ്. നല്ല വലുപ്പമുള്ള പേരക്കയാണ്, പക്ഷെ ഉള്ളിലൊക്കെ നല്ല പൊങ്ങ് പോലെയാണ്, ഉള്ളിൽ കേടും ഉണ്ട്. അപ്പം അങ്ങനെ അധികം കഴിക്കാനൊന്നും പറ്റില്ല, ചിലത് മാത്രം അങ്ങനെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ചെടികളൊക്കെ എടുത്തതാണ് കിട്ടാം. അപ്പം അങ്ങനെ അത് മുന്നേ അതുപോലെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞില്ലേ, ഈ ചകിരി കൊണ്ട്. അപ്പം അതാണിത്. അപ്പം അതിൻ്റെ മേലെ കയറൊക്കെ ഇട്ടിട്ട് വെച്ചേക്കാണ്. അപ്പോൾ വേറെ ചകിരിയുടെ ഇതൊക്കെ തൂക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്. അപ്പം ഇനി അത് അങ്ങനെ ചെയ്യണത്. പേരയുടെ മേലെ നിറയെ പേരൊക്കെ നിൽക്കുന്നുണ്ട്, കാണാനൊന്നുമില്ല വീഡിയോ എടുക്കുമ്പോൾ. അപ്പം അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചകിരി കൊണ്ട് ഉണ്ടാക്കിയത് അതൊക്കെ മഴ കൊണ്ടിട്ടാകെ നാശമായിക്കണ്. അപ്പം ഇനി വേറെ ഇതിൻ്റെ മേലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെടിയൊക്കെ അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ഇനി വേറെ ഉണ്ടാക്കിയിട്ട് വേണം ഇനി എല്ലാതും അതിൽ വെക്കാൻ. ചെടി എല്ലാതും നാശമാക്കണ്, തൂക്കിയിടുന്ന ചകിരിയുടേത്. അപ്പോൾ അത് മാവിൻ്റെ കടക്കന്ന് മുളച്ച് വന്നതാട്ടോ, മത്തയുടെ ഇല തെച്ചിയുടെ മേലേക്ക്. മത്തയാണോ കുമ്പളാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നൂൽപ്പിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, തിളച്ച വെള്ളത്തിലോ അതോ ചൂടുവെള്ളത്തിലോ വാട്ടിയെടുക്കൽ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിൻ്റെ മേലെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കറിക്കാണ്. അപ്പോൾ നൂൽപ്പുട്ടിലേക്കുള്ളതാണ്. അപ്പോൾ ഇഡ്ഡലി എമ്പിൻ്റെ തട്ടിൽ ഇട്ട് കൊടുക്കാൻ തേങ്ങയും നല്ല ജീരകം കൂടിയിട്ട് മിക്സാക്കിയിട്ട്. അപ്പോൾ നല്ല രുചിയായിട്ടാണ് നൂൽപ്പുട്ട് കഴിക്കാൻ. അപ്പോൾ നൂൽപ്പുട്ടൊക്കെ അച്ചിയിലാക്കിയിട്ട് ഇത് പീച്ചാണ് നന്നായിട്ട്. അപ്പോൾ എല്ലാവരും 2 തട്ടിയിലും പീച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇഡ്ഡലി എമ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഞാൻ മുന്നേ അതുപോലെ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്താ അപ്പുറത്തെ അടുപ്പത്താണ് ഇഡ്ഡലി എമ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് കറിക്ക് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബോള ഒന്ന് വഴറ്റിയെടുക്കാം, നന്നായി വഴറ്റിയെടുക്കൊന്നും വേണ്ട. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. അതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. മുട്ടക്കറി പോലെ വേണ്ട, അധികം വഴറ്റൊന്നും വേണ്ട, ചെറുതായി വഴറ്റിയെടുത്താൽ മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നൂൽപ്പുട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മൂടി തുറന്ന് അതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ 2 തട്ടിയിലത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ അതിന് ശേഷം കാസറോളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാസറോളൊക്കെ മൂടി തുറന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 തട്ടിയിലത്തെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടാണ്. അപ്പോൾ സബോളയും തക്കാളിയും എല്ലാതും വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പം മസാല മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3/4 ടീസ്പൂണ്. അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കളറിന് വേണ്ടി ഇട്ട് കൊടുത്തതാട്ടോ. പിന്നെ ഗരം മസാല എല്ലാതും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ വഴറ്റി കിട്ടിയ ശേഷം കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ വഴറ്റിയ ശേഷം അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയായിട്ടാ. അപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് കാസറോളിലത്തെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിയും നൂൽപുട്ടൊക്കെ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പണി കഴിഞ്ഞതിന് ശേഷം കറി വെക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഒരു ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മാങ്ങ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കറി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇട്ടൊന്ന് തിളച്ച ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ട ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇല ഇട്ടൊന്ന് താളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.